ഹലോ. വെറുതെ ഇരുന്നപ്പോൾ ഒരു കാര്യം ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. മറ്റൊന്നുമല്ല, കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ സിസ്റ്റർ ആൻറ്റിയെ കാണാൻ പോയി കോൺവെൻറ്റിൽ. സിസ്റ്റർ ആൻറ്റി ഇപ്പം റെസ്റ്റാണ്. അപ്പം സിസ്റ്റർ ആൻറ്റി ഇങ്ങനെ സംസാരിക്കുന്നതിന് ഇടയ്ക്ക് പറഞ്ഞു, അവിടെ ഇപ്പം ആരും ഈ കോൺവെൻറ്റിൽ ചേരാൻ പിള്ളേരൊന്നും വരാറില്ല, ഉള്ളവർ തന്നെയാണെങ്കിൽ ഒരുപാട് പേര് ലീവ് ചെയ്തു പോയെന്ന് പറഞ്ഞു. അതായത് താല്പര്യമില്ലാതെ പോയി. സിസ്റ്റർ ആൻറ്റി എന്നോട് പറഞ്ഞു, നിങ്ങൾ പുറത്തുള്ളവർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അതെന്നത്തിനാണ് പ്രാർത്ഥിക്കുന്നത്? താല്പര്യമില്ലാതെ ആരെങ്കിലും എന്തിനാണ് വെറുതെ നിൽക്കുന്നത്? താല്പര്യമില്ലാത്തവർ ലീവ് ചെയ്ത് പോട്ടെ, നിർത്തി പോട്ടെ, അതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ സിസ്റ്റർ ആൻറ്റിയോട് സംസാരിച്ച് വഴിക്ക് അപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. മറ്റൊന്നുമല്ല, എനിക്ക് ഈ കോൺവെൻ്റ് ലൈഫിനോട് വലിയ താല്പര്യമില്ല. ഐ മീൻ, ഈ പെൺകുട്ടികൾ മഠത്തിൽ നല്ലതാണ് തീർച്ചയായിട്ടും, എന്താ പറയുക, നല്ല സിസ്റ്റേഴ്സിനെയൊക്കെ വേണം. പക്ഷേ ഞാൻ നോക്കിയിട്ട് ഒരു 10ാം ക്ലാസ്സും പ്ലസ് ടുവും കഴിഞ്ഞ് ഒരുപാട് താല്പര്യത്തോടെയാണ് പെൺകുട്ടികൾ മഠങ്ങളിൽ ചേരുന്നത്. പക്ഷേ ആ ഒരു താല്പര്യം ഇവർക്കൊരു 10-30 വയസ്സാകുമ്പോൾ ഉണ്ടോ എന്നുള്ളതാണ് സംശയം. പലരും വന്നല്ലോ എന്നോർത്ത് നിന്ന് പോകുന്നവരുണ്ട്. ചേർന്ന സമയത്ത് താല്പര്യമൊന്നും കാണുകയില്ല. മെയിനായിട്ടൊരു പ്രശ്നം, വളരെ ചെറുപ്പത്തിൽ തന്നെയാണ് ഇവർക്ക് ഈ വെസ്റ്റേഷനൊക്കെ നടത്തുന്നത്. എനിക്ക് തോന്നുന്നൊരു 22 വയസ്സ് അല്ലെങ്കിൽ 23 വയസ്സൊക്കെ ഉള്ളപ്പോഴത്തേനും ഇവർക്ക് വെസ്റ്റേഷൻ നടത്തും. പ്ലസ് 2 ഒക്കെ കഴിഞ്ഞ് ചെല്ലുന്നവരാണെങ്കിൽ ഒരു 22ാമത്തെ വയസ്സ് ഒക്കെ ആകുമ്പോൾ വെസ്റ്റേഷൻ നടത്തും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ അവരവരുടെ ഒരു ലൈഫ് ഡിസൈഡ് ചെയ്യുവാണ്. ഇനി മുതൽ ഞാൻ ഇങ്ങനത്തെ ഒരു ജീവിതാന്തസ് ജീവിക്കാൻ ബാധ്യസ്ഥയാണെന്നുള്ള രീതിയിലാണ്. എല്ലാവരും പറയും സ്വന്തം ഇഷ്ടപ്രകാരമാണ്, ബട്ട് ആ ഒരു പ്രായത്തിൽ അവർക്കത് താല്പര്യം കാണും. ബട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ആ ഒരു താല്പര്യം ഉണ്ടോ എന്നുള്ളതാണ് സംശയം. അതുപോലെ ഈ ഫോർമേഷൻ എന്ന് പറയുന്നത് ഡിസൈഡ് ചെയ്യാനുള്ളൊരു സമയമാണ്. ഇതാണോ നിൻ്റെ വിളി, അല്ലെങ്കിൽ ഇതല്ല, നിനക്ക് ചൂസ് ചെയ്യാം. പല സ്ഥലങ്ങളിലും ചില കോൺവെൻറ്റിലൊക്കെ ഫോർമേഷൻ ടൈമിൽ ഇത് തന്നെയാണ് നിൻ്റെ ലൈഫ് എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു ഫോർമേഷൻ ശൈലി. അവർക്ക് ഇനി താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അത് പറ്റിയല്ല, നിങ്ങൾ ദേവിളി കിട്ടി വന്നതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതേ പറ്റത്തുള്ളൂ. ആ ഒരു ശൈലിയൊക്കെ മാറണം. കാരണം ഈ മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത് അതൊരു സസ്റ്റെയിനായിട്ട് ഒരിക്കലും ഒരേ രീതിയിൽ നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. അതിങ്ങനെ ഓരോ പ്രായം വരുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഒരുപക്ഷെ ഒരു പ്രായത്തിൽ നമുക്ക് തോന്നിയ ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ ആയിരിക്കുകയല്ല കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതനുസരിച്ച് ചേഞ്ചസ് ആവശ്യമാണ്. അപ്പോൾ ഒരു പ്രായത്തിൽ താല്പര്യത്തോടെ വന്നു, ഒരു പ്രായം കഴിയുമ്പോൾ ആ താല്പര്യം പോകും. അപ്പോൾ ഫോർമേഷൻ ടൈമിൽ ഒരിക്കലും ഫോഴ്സ് ചെയ്യരുത്. ഇതാണ് നിങ്ങളുടെ വിളി, അല്ലെ ഈ ഒരു ലൈഫെ നിങ്ങൾ തിരഞ്ഞെടുക്കാവുള്ളൂ. അത് ഒരു മാറ്റങ്ങൾ വരുത്താനുണ്ട്. അധികാരികളായിട്ടുള്ള ചില സിസ്റ്റേഴ്സിൻ്റെ അപ്രോച്ചുകൾ ഈ ജൂനിയേഴ്സായിട്ടുള്ള സിസ്റ്റേഴ്സിനെ നല്ലപോലെ ബാധിക്കാൻ ഇടയുണ്ട്. ഓവറായിട്ടുള്ള ചില സ്ട്രിക്റ്റായിട്ടുള്ള ചില നിയമങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി അല്ലെ പർപ്പസ്ഫുള്ളി അല്ലെ ഫോഴ്സ് ചെയ്ത് അടിച്ചേൽപ്പിക്കാൻ നോക്കാറുണ്ട്. ഇത് ഈ പറയുന്ന പോലത്തെ അവിടെ ആസ്പിറൻസ് ആയിട്ടുള്ളവരെയും അല്ലെങ്കിൽ ജൂനിയേഴ്സ് ആയിട്ടുള്ള സിസ്റ്റേഴ്സിനെ നല്ലപോലെ ബാധിക്കും. പുറമേ ഇവർ പറയത്തൊന്നുമില്ല, നിങ്ങൾ ഹാപ്പിയാണ്. കാരണം വളരെ ചെറുപ്പത്തിൽ ഇവരുടെ തന്നെ താല്പര്യാർത്ഥം കോൺവെൻറ്റിൽ ചേർന്നവരാണ്. ഇപ്പം പെട്ടെന്ന് വീട്ടുകാരുടെ ഇത് പറയുകയാണെങ്കിൽ വീട്ടുകാർക്ക് ഇത് മനസ്സിലാക്കണമെന്നൊരു നിർബന്ധമില്ല. അവർ പറയും, നീ തന്നെയല്ലേ പോയത്, നീ നിൻ്റെ ഇഷ്ടപ്രകാരം പോയി, എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുവാണ്. എനിക്ക് തോന്നാറുണ്ട് വീട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള പേരൻസ് അവരുടെ പെൺമക്കൾ ഈ സന്യസ്ത ജീവിതം താല്പര്യമുണ്ട് എന്ന് പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ അതിനൊരു സമയം, ഒരു 10ാം ക്ലാസ്സോ പ്ലസ് 2 കഴിഞ്ഞൊരിക്കലും അവരെ കോൺവെൻറ്റ് ലൈഫിലോട്ട് വിടാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇത് പറഞ്ഞാൽ ഒരു കുറച്ച് കാലം പഠിക്കും, ഒരു ജോലിയൊക്കെ വാങ്ങിക്കുക. അതിനുശേഷം ഒരു 25 വയസ്സ്, ഞാൻ പറയും ഒരു 30 വയസ്സാണ് ഏറ്റവും നല്ലത് കോൺവെൻറ്റ് ലൈഫ്, ഒരു സന്യാസ ജീവിതം തിരഞ്ഞെടുക്കാൻ. അത്രയും കാലം നിങ്ങൾ പുറത്തുനിന്ന് പഠിക്കുക, എന്തെങ്കിലും ജോലി ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിനോടുള്ള താല്പര്യം അവിടെ സസ്റ്റെയിനായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോകണം എന്നാണ്. അങ്ങനെ ഒരു ജെനുവിനായിട്ട് ഈ കോൺവെൻറ്റ് ലൈഫൊക്കെ സെൻഡ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഹാപ്പിനെസ് ഓട്ടോമാറ്റിക്കലി വരും. ഈ ജെനുവിനിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഡ്രമാറ്റിക് ലൈഫായിരിക്കും, ഒരു നാടകീയ ജീവിതം. ബാക്കിയുള്ളവരുടെ മുമ്പിൽ അവർ നല്ല ഹാപ്പിനെസ് അല്ലെങ്കിൽ നല്ലൊരു സന്തോഷവതികളായിട്ട് അവർ ആക്ട് ചെയ്യും. ബട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രോബ്ലംസ് അവരിങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഡിപ്രസ്ഡ്, ഈ ഡിപ്രഷനൊക്കെ വരാൻ റീസൺ അവിടുത്തെ തന്നെ ലൈഫ് സ്റ്റൈലാണ്. ചില അധികാരികളുടെ അപ്രോച്ചുകൾ, അധികാരികൾ അവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ആവശ്യമില്ലാത്ത രീതിയിലുള്ള ചില കുത്തുവാക്കുകൾ, സംശയാത്മകമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ, ഇതൊക്കെ അവരെ നല്ല രീതിയിൽ ബാധിക്കും.
അതുകൊണ്ട് ഈ സിസ്റ്റേഴ്സായിട്ടുള്ള സീനിയേഴ്സിനോട് എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ കുറച്ചും കൂടെ ലിബറലാകുക. പുതിയ തലമുറയിലുള്ള ആൾക്കാരെ അവരുടേതായ രീതിയിലുള്ള ശൈലിയിൽ ട്രീറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.